പ്രഭാത വന്ദനങ്ങൾ. എല്ലാത്തിനെക്കുറിച്ചും നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പ്രാധാന്യമുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും നമുക്ക് എന്തിനെക്കുറിച്ചും നമുക്ക് കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. ഒന്നിനെക്കുറിച്ചും ഭയക്കേണ്ട കാര്യവുമില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതും കാണുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകുന്നു. എന്നാൽ അതിനു പകരം നമ്മുടെ ഫോക്കസ് കർത്താവിലേക്കാകുമ്പോൾ നമുക്കത് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണും നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും എല്ലാം ദൈവത്തിലോട്ടുള്ള ഫോക്കസ് ആകട്ടെ. എല്ലാത്തിനെക്കുറിച്ചും നമുക്ക് പ്രാർത്ഥിക്ക് ജയിക്കുവാനായിട്ട് ഒരു കൃപ കർത്താവ് തരട്ടെ. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എക്സാമൊക്കെ ആകുമ്പോൾ അവർ പഠിക്കാതിരിക്കുമ്പോഴും എന്തുവാകട്ടെ അതെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഏശയ്യാവിൻ്റെ 41:10 ദൈവം പറയുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. വീണ്ടും 41:13 ഇങ്ങനെ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. നമ്മളെ സഹായിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മുടെ ഫോക്കസ് ഭയത്തിലോട്ടാകാതെ ഭയപ്പെടാതെ എല്ലാറ്റിലും പ്രാർത്ഥിക്കുവാനായിട്ട്, ഏത് വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു കൃപ കർത്താവ് തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചതുകൊണ്ട് എല്ലാത്തിലും പ്രാർത്ഥിച്ച് ജയിക്കുവാൻ, ഭയം ഞങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറിപ്പോകുവാൻ തക്കവണ്ണമുള്ളൊരു കൃപ അങ്ങ് തരുന്നതിനായിട്ട് നന്ദി. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നപ്പ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. എല്ലാ മാനവും മഹത്വവും യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.